ജിമ്മി, ഇന്ന് നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളും ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളും ഒന്നിനു പിറകെ ഒന്നായി ഇന്ന് തുടരെ വെളിപ്പെടുത്തലുകൾ വന്ന ദിവസമാണ്. ദുരൂഹതയേറുകയാണോ? വിജയമല്യ കൊണ്ടുവച്ച സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായോ? ഈ വെളിപ്പെടുത്തൽ സാധാരണഗതിയിൽ ഒരു ദിവസം ഒരു വാർത്ത വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. ഇതങ്ങനല്ല. ഓരോ മണിക്കൂറിലും ഓരോ വെളിപ്പെടുത്തൽ, ഓരോ മണിക്കൂറിലും ഒരു പുതിയ കണ്ടെത്തൽ. അങ്ങനെയാണ് ശബരിമലയിലെ ഓരോ ദിവസത്തെയും കഥകൾ ഓരോ മണിക്കൂറിലെ കഥകളായി മാറുന്ന ഒരു അവസ്ഥ. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതെന്താണ് സത്യത്തിൽ, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, വിവരങ്ങളുടെ അത്രയും വലിയൊരു കുത്തൊഴുക്കിൽ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാകും. ജനം ഇത് മടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്രയും കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ലളിതമായി ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശബരിമലയിൽ ശ്രീകോവിലിൻ്റെ രണ്ട് വശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങൾ, ആ ദ്വാരപാലക ശില്പങ്ങൾ 2019 സുബ്രഹ്മണ്യൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർക്ക് സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് കൊടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നമ്മളിന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളനുസരിച്ച് ആ ദ്വാരപാലക ശില്പത്തിൻ്റെ പുറത്തുള്ള പാളികൾ സ്വർണം പൂശിയ ശേഷം ജയറാമിൻ്റെ വീട്ടിലെത്തി അവിടുത്തെ പൂജാമുറിയിൽ പൂജിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ട് പീഠങ്ങൾ, ഈ ദ്വാരപാലക ശില്പങ്ങൾ, അതായത് ശബരിമലയിലെ ശ്രീകോവിൽ രണ്ട് വശത്തുമായി വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന പീഠങ്ങളും ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്ന ശേഷം അത് ഉറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു, ഒന്നുകൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ കണ്ടില്ല എന്ന് പറയുന്നു. രണ്ടാമത് ഉണ്ടാക്കിയത് അത് നമ്മൾ അവസാനം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇത് ഈ പോറ്റിയുടെ സ്വന്തക്കാരുടെ സ്ഥലത്ത് തന്നെ അത് കണ്ടെത്തുന്നു. ഇനി മൂന്നാമത് ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടി അവിടെ വെച്ചിരിക്കുന്ന, അത് നിങ്ങൾക്ക് ശബരിമലയിൽ പോകുമ്പോഴോ ശബരിമലയിൽ ദൃശ്യങ്ങൾ കാണുമ്പോഴോ മനസ്സിലാകും, അതും സ്വർണത്തിലാണ്. ആ കട്ടിളപ്പടി അതെന്ന് തോന്നുന്ന സ്വർണം പൂശിയ കട്ടിളപ്പടി അതും ഈ ചെന്നൈയിലെ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട്. അത് ജയറാം അതിൻ്റെ മുമ്പിൽ പൂജ ചെയ്യുന്നുണ്ട്. ഇത് ബാംഗ്ലൂരിലും കേരളത്തിൽ രണ്ടിടത്തും പൂജ ചെയ്യുന്നു. എന്നിട്ട് വലിയ ആഘോഷമായിട്ട് ശബരിമലയിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. ഇത് കണ്ടു. അപ്പോൾ നമ്മളിന്ന് പലരോടും ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കട്ടിളപ്പടി എത്തിയോ, അങ്ങനെ ഒരു കട്ടിളപ്പടി ശബരിമലയിൽ ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് അറിയില്ല. തൽക്കാലം അതോടെ നിൽക്കട്ടെ. പക്ഷേ സംഭവം ഇതാണ്, മാറിപ്പോകരുത്. ആദ്യത്തേത് ദ്വാരപാലക ശില്പം, അതിൻ്റെ പുറത്ത് പൂശിയിരിക്കുന്ന പാളികൾ. രണ്ടാമത്തേത് പീഠം, ഈ ദ്വാരപാലക ശില്പങ്ങൾ ഉറപ്പിക്കുന്ന പീഠം. മൂന്നാമത്തേത് ശബരിമലയിലെ വാതിലിന് മുകളിലുള്ള കട്ടിള, ലിൻഡൽ എന്ന് പറയുന്ന സാധനം. അതെന്തിനാണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. എന്തൊക്കെ കടലാസുകളാണ് പുറത്തു വന്നത്, വരാണ്ടിരിക്കുന്നത്, അന്വേഷണം നടക്കുന്നു, പലതും കാണുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഈ കാര്യത്തിൽ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കുന്നത് ഒരൊറ്റ കോടതി രേഖയാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ അവരുടെ ഫൈൻഡിങ്ങാണ്. ആ ഫൈൻഡിങ്ങിലാണ് തൽക്കാലം എന്തായാലും വീണ്ടും ഇപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ ഇതിൻ്റെ പരിക്കുകൾ മാറ്റാൻ വേണ്ടി അത് തുടരട്ടെ എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഇറക്കിയ രേഖയിൽ ഹൈക്കോടതി പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, 27/3/1999, അതായത് മാർച്ച് മാസം 27-ാം തീയതി ഈ വിജയ് മല്യ എന്ന് പറയുന്നയാൾ, അത് വ്യവസായിയാണല്ലോ, വിജയ് മല്യയ്ക്ക് ഈ ശബരിമലയിലെ ശ്രീകോവിലും വാതിലും ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അതെല്ലാം സ്വർണം പൂശാനല്ല, സ്വർണം പിടിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിക്സ് ഗോൾഡ് ക്ലാഡഡ് ദ്വാരപാലകാസ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ശ്രീകോവിൽ എന്നാണ്. അപ്പോൾ സ്വർണം പിടിപ്പിക്കാനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ അന്ന് തന്നെ ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ ശബരിമലയുടെ മേൽക്കൂരയ്ക്കുമൊപ്പം ശബരിമലയുടെ വാതിലിനും ശബരിമലയിലെ കട്ടിളയ്ക്കും എല്ലാം ഒപ്പം ദ്വാരപാലക ശില്പത്തിലും ഇതുപോലെ സ്വർണം പിടിപ്പിക്കാനുള്ള അനുമതി ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു. അങ്ങനെ നടന്നിട്ടുണ്ട്. അത് കോടതിക്ക് മനസ്സിലാകുന്നു. കോടതി അതിൻ്റെ രേഖകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണത് പറയുന്നത്. അപ്പോൾ അത്രയും വ്യക്തമായി. അതിനുശേഷമാണ് നമ്മുടെ പോറ്റി വരുന്നത്. അത് 2019, 20 വർഷത്തിന് ശേഷം. അപ്പോൾ പോറ്റി തന്നെയാണ് ബോർഡിനോട് ആവശ്യപ്പെടുന്നത്, ഞാനത് തിരുത്തിക്കൊണ്ട് വരാം. അത് പോറ്റി അയക്കുന്ന ഒരു കത്ത് വെച്ചിട്ടാണ്. ആ കത്തനുസരിച്ച് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പോറ്റി പറയുന്നു. അങ്ങനെ ജൂലൈ മാസം 5-ാം തീയതി ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിക്ക് കൊടുത്തു വിടുകയാണ്. ഇത് ചെയ്യാനുള്ള ഓർഡറാണ്. ആ ഓർഡറിൽ 12 പാളികളാണ്, അതായത് ഈ ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന പാളി, അത് 12 എണ്ണമാണ്. ആ 12 എണ്ണത്തിനും സ്വർണം പൂശാൻ പറയുന്ന ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ അതിനെ വിളിച്ചിരിക്കുന്നത് കോപ്പർ പ്ലേറ്റ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ ദേവസ്വം അധികൃതർ തന്നെ ഇറക്കിയ ഉത്തരവ് കോപ്പർ പ്ലേറ്റ്സ്
സ്വർണം പൂശാൻ വേണ്ടി പോറ്റിയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഉത്തരവ്. അപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ സംശയം വരുന്നത്, അപ്പോൾ വിജയമല്യ പൂശിയതോ, അതെവിടെ പോയി? അതിലേക്ക് വരാം, അതിനെക്കുറിച്ചും കോടതി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം അത് കോപ്പർ പ്ലേറ്റായി 20 വർഷം കഴിയുമ്പോൾ മാറുന്നു, അത് പോറ്റിക്ക് കൊടുത്തുവിടുന്നു. അത് കഴിഞ്ഞ് ഇത് ജൂലൈ മാസം 3-ാം തീയതി, ജൂലൈ മാസം 20-ാം തീയതി നേരത്തെ പറഞ്ഞല്ലോ 2 പീഠം, ആ 2 പീഠം കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനായി വേറൊരു ഉത്തരവ് ഇറങ്ങുന്നു, 2ാമത്തെ ഉത്തരവ്. അപ്പോൾ അത് ക്ലിയറായി. പിന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മളെ സംശയത്തിൽ നിർത്തുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ജയറാമൊക്കെ മഹാഭാഗ്യം എന്ന് പറഞ്ഞ് ശബരിമലയുടെ വാതിലിന് മുകളിൽ കട്ടളയായി വെച്ചിരിക്കുന്ന സ്വർണം പൂശിയ പ്ലേറ്റുകൾ എങ്ങനെ വന്നു? ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് എവിടുന്ന് വന്നു? അത് ഉണ്ടെന്നും ഇല്ലെന്നും അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ കോടതി വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് തന്നെയാണ്. പേജ് നമ്പർ 89 ഓഫ് മാസ്റ്റർ റെക്കോർഡ്സ് ദാറ്റ് ദ ലിൻഡൽ വാസ് റിമൂവ്ഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ഉണ്ണികൃഷ്ണൻ പോറ്റി ഓൺ 23/2019. അതായത് ഈ സംഭവം നടക്കുന്നതിന് 3 മാസം മുമ്പ് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലിന് മുകളിലുള്ള ലിൻഡൽ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് ജയറാം പറഞ്ഞ മറ്റു പലരും കണ്ട ഈ സാധനം അവിടെ നിന്ന് ഊരിയെടുത്തതാണെന്ന് കോടതി ഉത്തരവിലുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ തീർന്നല്ലോ, ഇതെല്ലാം അവിടെ നിന്ന് ഊരിയെടുത്തത് തന്നെയാണ്. അപ്പോഴാണ് ഈ അടുത്ത തമാശ വരുന്നത്, ഈ പറയുന്ന ഈ ശബരിമലയുടെ വാതിലിന് മുകളിലുള്ള കട്ട്ളയിലെ ഈ സ്വർണം പൂശിയ ആ സാധനം ഫാക്ടറിയിൽ പണിത ശേഷം 3 കൊണ്ടുപോയി പൂജിക്കുന്നുണ്ട്. അതൊന്ന് കോട്ടയത്തോ ചങ്ങനാശ്ശേരി ആ ഭാഗത്താണ്. അതിൽ പങ്കെടുത്ത ആളുടെ പേര് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, 2019 A. പത്മകുമാർ. എന്ന് വെച്ചാൽ ശബരിമലയിൽ നിന്ന് പണിയാൻ കൊടുത്തു വിട്ട ഈ പറയുന്ന സ്വർണ്ണ തകിട്, ലിൻഡലിൻ്റെ മുകളിൽ വയ്ക്കുന്ന സ്വർണം പൂശിയ തകിട് കൊണ്ടുപോയി പലയിടത്തായി പൂജിക്കുമ്പോൾ അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കെടുത്തിട്ടുണ്ട്. വ്യക്തമാണല്ലോ, ഒരു സംശയത്തിനിടയില്ല. നല്ല ഒന്നാം തരം എല്ലാവരും ചേർന്ന് ശബരിമലയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ എങ്ങനെയൊക്കെ അന്യാധീനത്തിൽപ്പെടുത്താമോ, എന്തൊക്കെ അവർക്ക് തോന്നുന്നത് ചെയ്യാമോ, അതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ കോടതി ഈ ശബരിമലയിലെ ഈ കാലത്ത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴും നമുക്ക് സംശയമുണ്ടെന്ന ഒരു കാര്യം, ഈ വിജയമല്യ പൂശിയ അല്ലെങ്കിൽ സ്വർണം പിടിപ്പിച്ച പൂശിയതല്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ചുകൂടെ വ്യക്തത വരും. ഇത് കാണാതെ പോയി എന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ കണ്ടിട്ടില്ല, ഇതെല്ലാം കോപ്പറാണെന്നാണ്. പക്ഷേ 2024 നമ്മുടെ പോറ്റി ദേവസ്വം ബോർഡ് ഒരു കത്തയക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ദാറ്റ് ദർ ആർ ഗോൾഡ് കോട്ടഡ് കോപ്പർ പ്ലേറ്റ്സ് ലൈങ് ഐഡിൽ ഇൻ ദ സ്ട്രോങ് റൂം. അത് വിട്ടു തന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് പൂശി കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ടാമതൊരു കത്ത് കൂടി 2024 ശ്രീ പോറ്റി അയക്കുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി അയക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്ന സംശയം നമുക്കൊക്കെ ഉള്ളതിന് വളരെ മുമ്പേ തന്നെ ഇത് കൊണ്ടുപോയ പോറ്റിക്കുണ്ട്. പോറ്റി ഒരു കത്തയച്ചിട്ടുമുണ്ട്, ഇത് എവിടെയുണ്ട്, അതിന് തന്നാൽ ഞാൻ ബാക്കി കൂടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ കത്തയച്ചു. അതിന് റീസൺ ഉണ്ട്, അതും റെക്കോർഡിലാണ്. അതിന് റീസൺ ഉണ്ട്. കാരണം 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുചെല്ലുമ്പോഴാണ് അയാൾ അറിയുന്നത് ചെമ്പാണെന്ന്. അതെ, അല്ല, അത് എഴുതി വെക്കുമ്പോൾ തന്നെ കോപ്പറാണെന്ന് പറഞ്ഞാണെന്നേ. ഇത് കൊണ്ടുപോകുമ്പോൾ ആർക്കും സംശയമില്ല, ഇത് കോപ്പറാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പഴയ പ്ലേറ്റ് അതിവിടെ ഉണ്ടാകുമെന്ന്, ഒന്നെങ്കിൽ അത് ഉണ്ടാകുമെന്നൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അവിടെ ഉണ്ട്, അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ചുരുക്കത്തിൽ ഈ കാര്യത്തിൽ അവിടെ നിന്ന് കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം പോയി പണി ചെയ്യിപ്പിച്ചതും ഇത് വലിയ ആഘോഷത്തോടെ എഴുന്നള്ളിച്ച് പലയിടത്ത് കൊണ്ടുപോയതും ഇവിടെ കൊണ്ട് തിരിച്ചെത്തിച്ചതും എല്ലാം പോറ്റി തന്നെയാണ്. അത് ഞങ്ങൾക്കറിയില്ല, ഏതോ ഒരു പോറ്റി. ഇപ്പോൾ 2019 ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി പറയുന്നത് അതേക്കുറിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ തയ്യാറില്ലെന്നാണ് പറയുന്നത്. അതൊരു വശത്ത്. 2, ഇപ്പോൾ നമുക്ക് പുറത്ത് വിവരമനുസരിച്ചാണെങ്കിൽ 5 കിലോ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ പിടിപ്പിച്ചിരുന്നു. അതെവിടെ പോയെന്നോ ആ തകിട് എവിടെയാണെന്നോ അറിയില്ല. ഈ തകിടേ അല്ല ഇപ്പോൾ ഇരിക്കുന്ന തകിടെന്ന് ഇതുമായി ബന്ധപ്പെട്ട ശില്പവിദ്യകൾ ചെയ്യുന്ന ശബരിമലയിലെ ഒരു വ്യക്തി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറയുകയും ചെയ്തു. അപ്പോൾ സർക്കാർ പറയണം, എവിടെ പോയി സാധനങ്ങൾ? Meet the editors.